രാജ്യസുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചതോടെ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നേപ്പാളിലെ ജെൻസികൾ. ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് മരിച്ചു, കുറേ പേർക്ക് പരിക്കേറ്റു. ഇതോടൊപ്പം തന്നെ കാഠ്മണ്ഡുവിൽ കർഫ്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ നിരന്തരം കേൾക്കുന്നൊരു കാര്യമാണ് ഈ ജെൻസികളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവും ആ വിപ്ലവവും. അതിനെ തുടർന്ന് നേപ്പാളിലുണ്ടായിരിക്കുന്ന അസാധാരണമായ സംഭവങ്ങൾ. ഇതിനെ തുടർന്ന് നേപ്പാളിലെ പ്രസിഡന്റിന് വരെ രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത് നേപ്പാളിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് നേപ്പാളിൽ സാമൂഹിക മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത്. 26ഓളം സാമൂഹിക മാധ്യമങ്ങൾ രാജ്യസുരക്ഷയെ ബാധിക്കുന്നു, അതോടൊപ്പം തന്നെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യത്തിനകത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ അവർക്കൊരു നിയമം കൊണ്ടുവരികയുണ്ടായി. എന്നാൽ ഈ 26ഓളം ആപ്പുകൾ അതിന് തയ്യാറാകാത്ത പക്ഷം ഈ ആപ്പുകൾ രാജ്യത്ത് നിന്ന് നിരോധിക്കുകയുണ്ടായിട്ട് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നിയമങ്ങളോടെയാണ് ഈ ആപ്പുകൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഈ 26ഓളം ആപ്പുകൾ രാജ്യത്ത് നിന്ന് നിരോധിച്ചു. ഇതിനെ തുടർന്ന് സംഘടിതരായ പ്രക്ഷോഭകാരികൾ, പ്രത്യേകിച്ച് ജെൻസി എന്ന പദം സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്, 28 വയസ്സിന് താഴെയുള്ള യുവാക്കളെയാണ് ജെൻസി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 28 വയസ്സിന് താഴെയുള്ള യുവാക്കളെല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങുന്നു. അതിനെ തുടർന്ന് അത് ഈ സാമൂഹിക മാധ്യമ വിലക്ക് നീക്കുക എന്നതിനപ്പുറം സർക്കാരിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമായിട്ടിത് വളരുകയും അതിനെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് KP ശർമ്മ ഒലി എന്ന നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിക്ക് വരെ സ്ഥാനഭ്രഷ്ടനായിട്ട് രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിന് പിന്നിൽ മറ്റ് വൈദേശിക ശക്തികളുടെ താല്പര്യങ്ങൾ കൂടിയുണ്ടോ എന്നൊക്കെ തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സമീപ രാഷ്ട്രമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ഏകദേശം 1881 കിലോമീറ്റർ സമുദ്രാതിർത്തി അല്ലാതെ കരമാർഗം മാത്രം അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ഇത് ബാധിക്കാൻ ഇടയാക്കും. അപ്പോൾ ഇന്ത്യയും ബാധിക്കുന്ന പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം ധാരാളം സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഈ അടുത്ത് ഇന്തോനേഷ്യയിലും സമാനമായ സംഭവങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഇതിലെല്ലാം യുവാക്കളാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. 2022 ശ്രീലങ്കയിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭമുണ്ടായത്. അത് രജപക്സെ കുടുംബം, ശ്രീലങ്കയുടെ ഭരണം കൈയാളുന്ന രജപക്സെ കുടുംബത്തിൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഉയർത്തിക്കാട്ടിയാണ്, കൂടാതെ അവിടെ ഇന്ധനക്ഷാമം, ഭക്ഷ്യക്ഷാമം ഇതൊക്കെ ഉയർത്തിക്കാട്ടിയാണ് 2022 മാർച്ചിൽ ശ്രീലങ്കയിൽ ഇത്തരത്തിലൊരു വിപ്ലവം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും കൊട്ടാരത്തിലേക്ക് അടക്കം ഇടിച്ചു കയറിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് അവിടെ നടന്നത്. അതിനെ തുടർന്ന് മഹിന്ദ രജപക്സെ അവിടെ നിന്ന് രാജ്യം വിടുകയുണ്ടായി, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അതിനെ തുടർന്ന് ഗോതബായ രാജപക്സെ, അദ്ദേഹം പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവരെല്ലാവരും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അത് അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു താല്പര്യങ്ങൾ, ഇത്തരത്തിൽ നടക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിൽ അസാധാരണമായ സംഭവങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ പറയുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടുള്ള സഞ്ജയ് സന്യാൽ എന്ന് പറയുന്ന അദ്ദേഹം മാധ്യമപ്രവർത്തനം കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എക്സിലൊരു പോസ്റ്റ് ഇട്ടു. അതിൽ പറയുന്നത് നേപ്പാളിൽ നടക്കുന്ന അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യക്ക് കണ്ടില്ലെന്നടിക്കാം, പക്ഷേ ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ നേപ്പാളിൽ നടക്കുന്ന കാര്യങ്ങൾ അസാധാരണമാണ്. ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും വൈദേശികമായിട്ടുള്ള ശക്തികൾക്ക് താല്പര്യമുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മുടെ മണിപ്പൂർ കലാപമൊക്കെ ഇത്തരത്തിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി ഇവിടെ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ വരുന്ന വോട്ട് ചോരി ആരോപണം പോലും ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു നിർമ്മിതിയാണ് എന്നാണ് പരക്കെ ഉയരുന്ന ആരോപണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ BJP നേതാക്കളടക്കം രാഹുൽ ഗാന്ധിയുടെ ബീഹാറിൽ നടക്കുന്ന റാലിയെയും അതോടൊപ്പം തന്നെ ഈ വോട്ട് ചോരി ആരോപണത്തെയും ഒക്കെ ജോർജ് സോറസ്, അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സോറസിൻ്റെ ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു NGO ആണ്. ഇത്തരത്തിലുള്ള ധാരാളം NGOകളാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡീപ് സ്റ്റേറ്റ് ഈ അമേരിക്കയിലാണെങ്കിൽ ഇത് പെൻറ്റഗൺ, ഈ FBI തുടങ്ങിയ സംവിധാനങ്ങൾ കൂടാതെ രാജ്യത്തിനകത്തെ ഫെഡറൽ സംവിധാനത്തിലെ ഭാഗമായ കുറേ ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഇവരെല്ലാവരും കൂടിയാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം കൈയാളുന്നത്. ഇതിൽ ഭരണഘടനയ്ക്ക് അതീതമായ ഒരു ശക്തി ഇവർക്കായിരിക്കും. ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ, ഒരു ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനേക്കാൾ അപ്പുറം തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ തീർന്നില്ല. അപ്പോൾ ശ്രീലങ്കയിൽ സമാനമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, അതിനുശേഷം പാകിസ്ഥാനിൽ നടക്കുന്നു, ബംഗ്ലാദേശിൽ നടക്കുന്നു. ഷെയ്ഖ് ഹസീന 3 വട്ടം ജനാധിപത്യപരമായ രീതിയിൽ അധികാരത്തിലേറിയ ഒരു വനിതാ നേതാവാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. അവരെ സ്ഥാനഭ്രഷ്ടയാക്കിക്കൊണ്ട് അവിടെ നടന്നിരിക്കുന്ന വിപ്ലവം, പ്രത്യേകിച്ച് അമേരിക്ക ഭയപ്പെടുന്നത്
ഈ ദക്ഷിണേഷ്യയിലും ഈ ഇൻഡോ പസഫിക് മേഖലയിലും ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങൾ, അവിടെ നടത്തുന്ന മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധത്തെ അമേരിക്ക കാണുന്നത് അല്പം ഭയാശങ്കകളോടെയാണ്. അതുകൊണ്ട് തന്നെ ഈ നേപ്പാൾ ഏറ്റവും അധികം സഹകരിക്കുന്നത് ചൈനയുമായാണ്. ചൈനയുമായിട്ട് ഏറ്റവും അധികം സഹകരിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു ശ്രീലങ്ക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെയുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ഭരണകർത്താക്കളെ ആ രാജ്യത്തിൻ്റെ അധികാരത്തിലേറ്റാൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി മറ്റ് രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം മുന്നോട്ട് വെക്കുന്നത്. ഇത് പാകിസ്ഥാനിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പട്ടാളമാണ്, തുർക്കിയിൽ പട്ടാളമാണ്. 2003-ലും 2014-ലും അധികാരത്തിലേറിയ തയ്പ് എർദോഗൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ഡീപ് സ്റ്റേറ്റിനെ അവിടെ നിന്ന് തുരത്താൻ തുർക്കിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാന് ഇപ്പോഴും ഭരണഘടനാപരമായി അധികാരത്തിലേറിയ സർക്കാരിനേക്കാൾ ഉപരി അവിടെ പട്ടാളത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. പട്ടാളത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് അവിടെ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സർക്കാരിനെ നിയമിക്കാൻ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡീപ് സ്റ്റേറ്റ് നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ജൻസി വിപ്ലവം, ഈ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ശ്രീലങ്കയിൽ നടക്കുമ്പോഴായാലും പാകിസ്ഥാനിൽ നടക്കുമ്പോഴായാലും ബംഗ്ലാദേശിൽ നടക്കുമ്പോഴായാലും ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പ്രചാരണം കൊടുമ്പിരി കൊണ്ടത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ്. ഇവിടെ നേപ്പാളിൽ നേരെ തിരിച്ചാണ്. സാമൂഹിക മാധ്യമങ്ങളുടെ നിരോധനം വഴിയാണ് ഇവിടെ ഇത്ര വലിയൊരു പ്രക്ഷോഭം ഉണ്ടായത്. ഇപ്പോൾ പ്രക്ഷോഭങ്ങൾക്ക് ഒരു ആളിക്കത്തിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട്. ഇപ്പോൾ 26ഓളം സാമൂഹിക മാധ്യമങ്ങൾ നേപ്പാളിൽ നിരോധിച്ചപ്പോൾ അതിൽ 17 അമേരിക്കൻ കമ്പനികളാണ്. മെറ്റ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എക്സ് തുടങ്ങിയ അമേരിക്കൻ മുൻനിര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നേപ്പാളിൽ നിരോധിക്കപ്പെട്ടത്. അപ്പോൾ ഈ പ്രക്ഷോഭകാരികൾക്ക് സംഘടിക്കാനും ഇതിനെ തുടർന്നുള്ള ആഹ്വാനങ്ങൾ നൽകാനും സാമൂഹിക മാധ്യമങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ടിക്ടോക്കും ഏതാനും മറ്റ് ചില ചൈനീസ് ആപ്പുകളുമാണ് അവിടെ ഉള്ളത്. അതുവഴി വളരെ വേഗത്തിലാണ് ഈ സംഘടിക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ, സർക്കാരിനെതിരെ ആഹ്വാനങ്ങളുണ്ട്. നേപ്പാളിൽ സർക്കാർ നടത്തുന്ന നെപ്പോ കിഡ്സ്, പ്രത്യേകിച്ച് സർക്കാരിന് താല്പര്യമുള്ള ആളുകൾക്ക് നൽകുന്ന സൗജന്യങ്ങൾ, അതുകൂടാതെ തന്നെ അഴിമതി, പക്ഷപാതപരമായ ഭരണം എന്നിവയൊക്കെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ജൻസികൾ പ്രക്ഷോഭത്തിന്. എത്ര പെട്ടെന്നാണ് സോഷ്യൽ മീഡിയ നിരോധിച്ചത് മാത്രമല്ല അതിൻ്റെ കാരണം, അതിനൊരു സംഘടിതമായ മറ്റ് താല്പര്യങ്ങൾ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ വ്യാപകമായ പ്രക്ഷോഭങ്ങളാണ് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി രാജ്യം വിടുന്ന അടക്കമുള്ള സാഹചര്യങ്ങളുണ്ടായി. ഈ പ്രക്ഷോഭകാരികൾ 19 പേരോളം സൈന്യത്തിൻ്റെ തിരിച്ചുള്ള പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രക്ഷോഭകാരികൾ ജയിലുകളടക്കം തകർത്ത് അവിടെയുള്ള കുറ്റവാളികളെ അടക്കം മോചിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1500ഓളം ജയിൽ പുള്ളികളെ നേപ്പാളിലെ ജയിലിൽ തകർത്തുകൊണ്ട് ഈ പ്രക്ഷോഭകാരികൾ മോചിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും രാജ്യത്തിനപ്പുറമുള്ള ശക്തികളുടെ താല്പര്യമുണ്ടോ എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത്. എന്തായാലും ജൻസികളുടെ പ്രക്ഷോഭം വിജയിച്ചു കഴിഞ്ഞു. അവിടെ ഈ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചിട്ടുണ്ട്. മറ്റൊരു സർക്കാർ എന്തായാലും നേപ്പാളിൽ അധികാരത്തിൽ വരും.